മൊബൈൽ ഫോണിന്റെയും ഇന്റർനെറ്റിന്റെയും ആക്സസിബിലിറ്റിയും യൂസേജും കൂടിയത് കാരണം കൊണ്ട് തന്നെ പല കുടുംബങ്ങളിലും നമുക്ക് വലിയ ഒരു വ്യത്യാസം കണ്ടുവരുന്നുണ്ട്. മറ്റൊന്നുമല്ല, കുട്ടികളും പാരൻസും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ വല്ലാതെ ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പണ്ട് കാലങ്ങളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിക്കുന്ന സമയം കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മൾ കറണ്ടൊക്കെ പോകുന്ന സമയത്തെങ്കിലും രക്ഷിതാക്കളുമായിട്ട് പരസ്പരം സംസാരിക്കുന്ന ഒരു കുടുംബങ്ങളെ നമുക്ക് കാണാമായിരുന്നു. എന്നാൽ ഇന്നത്തെ കാലത്ത് ഒരിക്കലും അത്തരം ഒരു യൂണിറ്റി അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ പല കുടുംബങ്ങളിലും നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് കൂടാൻ മറ്റെന്തെല്ലാം കാരണങ്ങളുണ്ടെന്ന് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്, നമ്മുടെ എല്ലാം വീടുകളിൽ സാധാരണ പാരന്റ്സ് പറയാറുള്ള കാര്യങ്ങൾ തന്നെയാണ്. എന്റെ ചെറുപ്പകാലത്ത് ഞാൻ അങ്ങനെയായിരുന്നു, ഞാൻ ഇങ്ങനെയായിരുന്നു, എനിക്ക് അത്രയും അവസരങ്ങൾ ഉണ്ടായിരുന്നില്ല, എന്നിട്ടും ഞാൻ ഇങ്ങനെയൊക്കെയായി, പക്ഷെ നീ ഒന്നും അങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞുള്ള കമ്പാരിസൺ. ഇതൊരു തരം കുറ്റപ്പെടുത്തലായിട്ടാണ് നമ്മുടെ മക്കൾ കേൾക്കുന്നത്. നമ്മുടെ കുട്ടികൾ അത്യാവശ്യം പ്രഷർ ആയിട്ടുള്ള ലൈഫാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത്. പാരന്റ്സിന്റെ ഭാഗത്തു നിന്ന് അവർക്ക് പ്രഷർ ഉണ്ട്, ടീച്ചേഴ്സിന്റെ ഭാഗത്തു നിന്ന് അവർക്ക് പ്രഷർ ഉണ്ട്, ഫ്രണ്ട്സിന്റെ ഇടയിലുള്ള കുറെ പ്രോബ്ലംസ് ഒക്കെ അവർക്കും ഉണ്ട്. സോ നമ്മുടെയൊക്കെ പോലെ തന്നെ അത്യാവശ്യം സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ലൈഫിൽ തന്നെയാണ് കുട്ടികളും നയിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഇതൊന്നും മനസ്സിലാക്കാതെ പാരന്റ്സ് എപ്പോഴും ഗൈഡ് ചെയ്യാനും അല്ലെങ്കിൽ ലീഡ് ചെയ്യാനും മാത്രമാണ് ശ്രമിക്കുന്നത്. അവരുടെ യഥാർത്ഥ പ്രോബ്ലം എന്താണെന്നൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നതിന് പകരം ഈ ഗൈഡൻസിലൂടെ നമ്മൾ പലപ്പോഴും കുറ്റപ്പെടുത്തലും കൂടെ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഇമോഷണലി രണ്ടുപേരും അല്ലെങ്കിൽ പാരന്റ്സും കുട്ടികളും തമ്മിൽ ഇമോഷണലി ഡിറ്റാച്ച്ഡ് ആവാനാണ് ഏറ്റവും കൂടുതലായിട്ട് സാധ്യത കൂടുന്നത്. എല്ലാ പാരന്റ്സും അവരവരുടെ മക്കളെ ബെസ്റ്റ് ആയിട്ട് കാണാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ അതെങ്ങനെ എത്തിക്കണമെന്നോ അതിലെങ്ങനെ അവരെ ലീഡ് ചെയ്യണമെന്നോ പല പാരന്റ്സിനും അറിയില്ല. അത് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പല പാരന്റ്സും ഫെയിൽ ആകുന്നു എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം. എന്നാൽ ഇത്തരം നല്ലൊരു ബോണ്ടിങ് ഉള്ള നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉള്ള കുടുംബത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പരസ്പരം ട്രസ്റ്റ് വളരെയധികം കൂടുതലായിരിക്കും. ട്രസ്റ്റ് കൂടുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് കുട്ടികൾ എന്ത് കാര്യം ഉണ്ടെങ്കിലും പാരന്റ്സിനോട് വന്ന് പറയും. സോ ഇങ്ങനെ പറയുന്ന സമയത്ത് ഫെയിലേഴ്സ് ഉണ്ടാവാനുള്ള ചാൻസ് കുറയുന്നുണ്ട്. ഈവൻ ഫെയിലേഴ്സ് ഉണ്ടായാൽ കൂടെ ആ ഒരു ഫെയിലേഴ്സിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യാനാണ് ശ്രമിക്കുക, അല്ലെങ്കിൽ ആ ഫെയിലേഴ്സിനെ എങ്ങനെ ഓവർകം ചെയ്യാം എന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മുടെ കുട്ടികൾക്കിടയിലും നമുക്കിടയിലും നല്ലൊരു കമ്മ്യൂണിക്കേഷൻ വളർത്തിയെടുക്കും. സോ പരസ്പരം ട്രസ്റ്റ് കൂടുമ്പോൾ സപ്പോർട്ട് അവിടെ കൂടും. ഈ സപ്പോർട്ട് കൂടുന്നതിന്റെ ഭാഗമായിട്ട് നമ്മുടെ കുട്ടികൾ സ്ട്രെസ് ഫ്രീ ആയിട്ടിരിക്കും. അതായത് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമ്മുടെ പാരന്റ്സ് ഉണ്ടല്ലോ എന്നുള്ള ആ ഒരു സ്ട്രെങ്ത് അല്ലെങ്കിൽ ആ ഒരു വിശ്വാസം അവർക്ക് ഉണ്ടായിരിക്കും. സോ അത് കൂടുന്നതിന്റെ ഭാഗമായിട്ട് നല്ലൊരു റിസൾട്ട് അവരുടെ സ്റ്റഡീസിൽ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഇതൊന്നും അല്ലാന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ട്രസ്റ്റ് കുറയും, സപ്പോർട്ട് കുറയും, ഇമോഷണൽ ഡിറ്റാച്ച്മെന്റ് കൂടുതലായിട്ട് കാണാൻ കഴിയും. അത് മക്കളുടെ പഠനത്തിലൊക്കെ വളരെ മോശമായിട്ടുള്ള റിസൾട്ടിലേക്ക് അത് നയിക്കുകയും ചെയ്യും. സോ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ടോക്കിംഗ് മാത്രമല്ല, ലിസണിങ് വിത്തൗട്ട് ജഡ്ജ്മെന്റ്. അതായത് നമ്മുടെ മക്കളെ മുൻവിധിയില്ലാതെ കേട്ടുകൊണ്ടിരിക്കുക, അവരെന്താണോ പറയുന്നത് എന്ന് ക്ഷമയോടെ കേൾക്കാനും അവരെ സപ്പോർട്ട് ചെയ്യാനും കഴിയുക എന്നുള്ളത് കൂടിയാണ് കമ്മ്യൂണിക്കേഷൻ കൊണ്ട് അർത്ഥമാക്കുന്നത്. സോ കമ്മ്യൂണിക്കേഷൻ ഈസ് ഓൾവേസ് ഇമ്പോർട്ടൻറ്റ് എമംഗ് ദ സ്റ്റുഡൻസ് ഓർ എമംഗ് ദ കിഡ്സ് ആൻഡ് പാരന്റ്സ്. താങ്ക് യു.